يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. മതപുരോഹിതന്മാരായ ആളുകൾ, മതമേലാളന്മാരായ ആളുകൾ, മതാധ്യക്ഷന്മാരായ ആളുകൾ ജനങ്ങളുടെ സമ്പത്തിനെ അന്യായമായി കൊള്ളയടിക്കുകയാണ്. സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന്, പ്രമാണത്തിന്റെ മാർഗത്തിൽ നിന്ന് ആ ആളുകളെ തെറ്റിച്ചു കളയുകയും ചെയ്യുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശ്വാസികളായ ആളുകളെ, മാനവ സമൂഹത്തെ 1400 വർഷങ്ങൾക്ക് മുമ്പ് താക്കീത് നൽകിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഭക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ നമസ്കരിക്കുകയും ആരാധന നിർവഹിക്കുകയും ആത്മീയമായ രീതിയിൽ ജീവിതം നയിക്കുകയും ചെയ്യുന്നതിന്റെ ഫലം അനുഭവിക്കേണ്ടത് നിങ്ങളല്ല, ഞാനാണ്. എന്റെ ആത്മീയത നിങ്ങൾക്കുള്ള ഒരു കുറുക്കുവേലയല്ല. എന്റെ ആത്മീയത എന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. എന്റെ ആത്മീയമായിട്ടുള്ള ചൈതന്യം നാളെ പരലോകത്ത് ജീവിതത്തിന്റെ രക്ഷാശിക്ഷകൾ വിശദീകരിക്കുന്ന നാളിൽ എനിക്ക് വിജയകരമായി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള വഴിയാണ്. നിങ്ങളുടെ രോഗങ്ങൾ മാറ്റുവാനോ, നിങ്ങളുടെ സങ്കടങ്ങൾ പരിഹരിക്കുവാനോ, നിങ്ങളുടെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരം നൽകുവാനോ, നിങ്ങളുടെ മാനസികമായ സന്തുലനം നിർവഹിക്കുവാനോ ഉള്ള കുറുക്കുവേലയല്ല ഓരോരോ മനുഷ്യന്റെയും ആത്മീയത എന്ന് പറയുന്നത്. അവനവന്റെ ജീവിതത്തിലെ മനസ്സിന്റെ സംസ്കരണത്തിന്റെയും മനസ്സിന്റെ വിജയത്തിന്റെയും ജീവിതപരമായ സാക്ഷാത്കാരത്തിന്റെയും മേഖലയിൽ സ്വീകരിക്കേണ്ട മാർഗമാണ് ഭക്തിയും ആത്മീയതയും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭക്തിയും ആത്മീയതയും സ്വീകരിക്കുന്ന ഏത് വ്യക്തിയായിരുന്നാലും ശരി, അവൻ മതപരമായ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇസ്ലാം പ്രഖ്യാപിച്ചു പൗരോഹിത്യം എന്ന് പറയുന്നത് മതത്തിൽ ഇല്ലേ ഇല്ല. എല്ലാ ആളുകളും തുല്യമായി പരിഗണിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തി അയാൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി, വിശ്വാസത്തോടുകൂടി കർമ്മം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ ആ കർമ്മഫലം നാളെ പരലോകത്ത് അവൻ അനുഭവിക്കാൻ കഴിയുമെന്ന പ്രഖ്യാപനമാണ് ഇസ്ലാം നിർവഹിച്ചത്. കർമ്മങ്ങളുടെ ധന്യത വ്യക്തിപരമായി സ്വീകരിക്കുകയും പരലോകത്ത് അതിന്റെ ഫലം ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ കൽപ്പന. പൗരോഹിത്യം എന്ന് പറയുന്നത് പൂർണ്ണമായി ഇസ്ലാം വർജിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇസ്ലാം പ്രഖ്യാപിച്ചു പ്രവാചകന്മാരായിരുന്നാലും അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള ഔലിയാക്കന്മാരായിരുന്നാലും അതേപോലെ തന്നെ സ്വാലിഹീങ്ങളായിരുന്നാലും ശുഹദാക്കളായിരുന്നാലും ശരി, ആ ആളുകളെ, പ്രവാചകന്മാരായ ആളുകളെ പോലും നിങ്ങൾ അമിതമായി നിങ്ങൾ ആദരിക്കുകയോ അമിതമായ രീതിയിൽ അവരോടുള്ള ബഹുമാന ആദരവുകൾ നിങ്ങൾ പ്രകടമാക്കുകയോ ചെയ്യരുത് എന്ന് ഇസ്ലാം പ്രഖ്യാപിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ അവരുടെ പ്രവാചകന്മാരായിട്ടുള്ള ആളുകളെ വാനോളം പുകഴ്ത്തുകയുണ്ടായി. ആ പ്രവാചകന്മാരുള്ള ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പേരിൽ അവർക്കില്ലാത്ത സിദ്ധികൾ വരെ കൽപ്പിച്ചു നൽകിയിട്ട് അവർ വാനോളം പുകഴ്ത്തുകയും അവർ ദൈവത്തിന്റെ അവതാരമാണ്, ദൈവത്തിന്റെ മക്കളാണ് എന്ന് പോലും പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്രകാരം വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ അവരവരുടെ പ്രവാചകന്മാരെ പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്താൻ പാടില്ല എന്ന് മഹാനായ പ്രവാചകൻ പ്രഖ്യാപിക്കുകയുണ്ടായി. പോലീസ് കഥകളോ അത്ഭുത കഥകളോ അറിഞ്ഞിട്ട് എന്നെ നിങ്ങൾ ഒരിക്കലും തന്നെ പുകഴ്ത്താൻ പാടില്ല. നിസ്സഹായനായ ഒരു മനുഷ്യനായി, ഒരു പ്രവാചകനായി, ഒരു അന്ത്യപ്രവാചകനായി നിങ്ങളിലേക്ക് ഞാൻ വരുന്നത് നിങ്ങളുടെ ശരിയായ മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ആ അർത്ഥത്തിൽ അന്ത്യപ്രവാചകനായി മാത്രമേ നിങ്ങൾ എന്നെ സ്വീകരിക്കേണ്ടതുള്ളൂ എന്ന് മഹാനായ പ്രവാചകൻ നമ്മളെ അറിയിക്കുകയുണ്ടായി. ഈ മാർഗം സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പൗരോഹിത്യം ഇസ്ലാമിലില്ല. അമിതമായ വർണ്ണനയും അമിതമായുള്ള ബഹുമാനാദരവുകളും ആരാധനയുടെയോ ആത്മീയ പ്രഭാവത്തിന്റെയോ മേഖലയിലേക്ക് വരാൻ പാടില്ല എന്ന് ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ കടന്നു വരുന്ന ആത്മീയതയുടെ കള്ളനാണയങ്ങളെ ശരിയായി തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പരിഹാര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് ഓരോ മതവിശ്വാസികളും ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷണത്തിന്റെ കള്ളനാണയങ്ങളെ സമൂഹ മധ്യത്തിൽ കൃത്യമായി തുറന്നു കാണിക്കാൻ തയ്യാറാകണം. ക്രൈസ്തവരായ ആളുകൾ ഞങ്ങളുടെ മേഖലയിൽ നടക്കുന്ന ആത്മീയ ചൂഷണങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറയട്ടെ. ഹൈന്ദവ സഹോദരങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ ആത്മീയ ചൂഷണങ്ങൾ പറയട്ടെ. മുസ്ലിങ്ങൾ അവരുടെ ആത്മീയ ചൂഷണങ്ങൾ പറയട്ടെ. ദർഗകളുടെ പേരിൽ, ചാരങ്ങളുടെ പേരിൽ, കൊടിമരങ്ങളുടെ പേരിൽ, അതേപോലെ തന്നെ മതപരമായിട്ടുള്ള പ്രത്യേകമായ നാളുകളുടെ പേരിൽ, വ്യക്തികളുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾ അത് പറയാൻ അവർ തയ്യാറാകട്ടെ. രണ്ടാമതായ മേഖല പരിസര പ്രദേശങ്ങളിൽ പൊങ്ങി വരുന്ന ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷണ കേന്ദ്രത്തിന്റെ യഥാർത്ഥമായ നിജസ്ഥിതിയും ശരിയായ വസ്തുതയും അവർ ആരാണ്, അവരാരൊക്കെയായിരുന്നു, എവിടെയാണ് പഠിച്ചത്, എന്താണ് ജോലി, എപ്പോഴാണ് അയാൾ
ദൈവമായത്, എപ്പോഴാണ് അയാൾ ആത്മീയക്കാരനായി മാറിയത്, എപ്പോഴാണ് അയാൾ ആത്മീയ വ്യവസായത്തിന് നേതൃത്വം കൊടുത്തത് എന്ന കാര്യങ്ങൾ കൃത്യമായി പ്രാദേശിക ദൈവങ്ങളെയും പ്രാദേശിക ആത്മീയ തമ്പുരാക്കന്മാരെയും തലനാറുകളിൽ വിശദീകരിച്ച് അവരാരാണ് എന്ന് സമൂഹ മതത്തിൽ കൃത്യമായി പ്രചരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടാവട്ടെ. മൂന്നാമത്തേത്, ഈ ആത്മീയ ചൂഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ പേരിൽ മാത്രമുള്ളതല്ല. കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും അനുഭവിക്കുന്ന വല്ലാത്തൊരു പീഡനവും വല്ലാത്തൊരു വ്യവസായ ചൂഷണവുമാണ്. അതുകൊണ്ട് തന്നെ യുവാക്കളായ ആളുകൾ, അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ആളുകൾ, സമുദായ നേതൃത്വം നൽകുന്ന ആളുകൾ, സാംസ്കാരിക പ്രബുദ്ധതയുള്ള ആളുകൾ, അവരെല്ലാവരും കൂട്ടായ്മയോടുകൂടി രംഗത്ത് വന്ന് ഒരു ബഹുജന കൂട്ടായ്മയോടെ ഈ ആത്മീയമായ ചൂഷണത്തിനെ എതിർക്കാൻ ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ അവർക്ക് സ്വീകരിക്കാൻ സാധ്യമാകണം. നാലാമതായി നൽകാനുള്ള പരിഹാരങ്ങൾ, മഹാരാഷ്ട്രയിൽ ആത്മീയ ചികിത്സകൾ നടത്തുന്ന ആളുകളെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്രകാരം നിയമനിർമ്മാണത്തിലൂടെ മതത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾക്കും ആത്മീയതയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾക്കും രംഗത്ത് വരുന്ന ആളുകളെ തുറുങ്കിലടക്കാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്താൻ രാഷ്ട്രീയ നേതൃത്വത്തിനു സാധ്യമാകണം, അധികാരികൾക്കു സാധ്യമാകണം. അഞ്ചാമതായി, ഏതു രാഷ്ട്രീയ പാർട്ടിയാണോ, അവർ വിപ്ലവ പ്രസ്ഥാനങ്ങളായിരുന്നാലും വേണ്ടില്ല, അതേപോലെ തന്നെ പ്രസ്ഥാനങ്ങളായിരുന്നാലും വേണ്ടില്ല, ആരായിരുന്നാലും ശരി, രാഷ്ട്രീയക്കാരായ ആളുകൾക്ക്, പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളെ അന്വേഷണ വിധേയമാക്കുകയും ആ ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളെ കൃത്യമായി സമൂഹമധ്യത്തിൽ പൊതുജനത്തിനു മുമ്പിൽ കൃത്യമായി പ്രകടിപ്പിക്കാൻ ആവശ്യമാകുന്ന ഇച്ഛാശക്തി അവർക്ക് സാധ്യമാകണം. സുകുമാർ അഴീക്കോട് പറഞ്ഞതുപോലെ പരൽമീനുകളെ പിടിച്ചിട്ട് സ്രാവുകളെയും തിമിംഗലത്തെയും വെറുതെ വിട്ടാൽ അതൊരിക്കലും തന്നെ ആത്മീയതയുടെ ചൂഷണ മേഖലയെ എതിർക്കലാവുകയില്ല. സ്രാവുകളെ പിടിക്കട്ടെ, ആ സ്രാവുകളെയും തിമിംഗലങ്ങളെയും പിടിച്ചതിന് ശേഷം അവരെ പിടിക്കുമ്പോ സ്വാഭാവികമായും പരൽ മീനുകൾ അറിയാതെ മാളത്തിലേക്ക് ഉൾവലിഞ്ഞു പോകും. എല്ലാ മതത്തിന്റെയും പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വമ്പൻ ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളെ, ആ ആത്മീയ ചൂഷണത്തിന്റെ ശരിയായ നടത്തിപ്പ് എന്ന് മനസ്സിലാക്കിയിട്ട്, ശരിയായ മാർഗമെന്ത് എന്ന് മനസ്സിലാക്കിയിട്ട് നിയമ നടപടികളിലൂടെ കൽത്തുറുങ്കിലടക്കാൻ ആവശ്യമാകുന്ന ഇച്ഛാശക്തി പ്രകടിപ്പിക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് സാധ്യമാകണം. അവിടെ വോട്ടിന്റെ പേരിലോ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും പേരിലോ ഒരു മൃദുല സമീപനമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ കേരളത്തിൽ 360 ദൈവം എന്ന് പറയുന്നത് അടുത്ത ഭാവിയിൽ 3000-ഓളമായിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ മനസ്സിന്റെ സംസ്കരണം, നമ്മുടെ ആരാധനകൾ സിട്ടാവിലേക്കാണ് നീങ്ങേണ്ടത്. സിട്ടാവ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു മതവർഗത്തിന്റെ പ്രത്യേകമായ ആരാധ്യനല്ല.